മടിക്കേണ്ടതില്ല. ഗൗതം അല്ല ചെയ്തതെന്ന് ഉറപ്പുണ്ടല്ലോ അല്ലേ? ഉറപ്പുണ്ട്. എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ്. എന്റെ ഏട്ടൻ എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഏട്ടത്തിയുടെയും ഏട്ടന്റെയും അമ്മയുടെയും സ്നേഹം തിരിച്ചറിയാതെയാ ഞാൻ ആ CKCയുടെയും ജ്യോതിർമയുടെയും ചതിക്കുഴി ചെന്ന് വീണു കൊടുത്തത്. മോനെ പ്രണവേ, എല്ലാം അങ്ങോട്ട് വിളിച്ചു പറ. അമ്മേ ഇരിക്ക്. എന്റെ ഏട്ടൻ ഞാൻ എന്ത് ചോദിച്ചാലും തരും. സ്വത്തിനോ ബിസിനസ്സിനോ വേണ്ടിയിട്ട് എന്നെ പിടിച്ചോണ്ട് പോകുന്നില്ല, ഒരിക്കലും പൂട്ടിയിടയില്ല. എനിക്കിപ്പോ എന്റെ ഏട്ടനെ അത്രയ്ക്ക് വിശ്വാസമാണ്. എന്നെ പിടിച്ചോണ്ട് പോയതിൽ എന്റെ ഏട്ടനോ ഏട്ടത്തേക്കോ ഒരു പങ്കുമില്ല. അപ്പോ ഗൗതം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് പ്രണവ് ഇപ്പോ പറഞ്ഞതല്ലേ? ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏട്ടത്തി അമ്മയും ചേർന്ന് ഇന്നലെ എനിക്ക് ക്ലാസ് എടുത്തിരുന്നു. എന്തൊക്കെയാ പ്രണവേ ഈ പറയുന്നത്? ഇത് കോടതിയാണെന്ന ബോധ്യമുണ്ടോ തനിക്ക്? ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം. എന്റെ ഏട്ടത്തിയുടെയും ഏട്ടന്റെയും അമ്മയുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തോന്നാണ് പ്രണവ് ഇത്? നീ എന്തൊക്കെയാ പറയുന്നത്? വേണ്ട, അയാള് പറയട്ടെ. പ്രണവ് പറഞ്ഞോളൂ. എന്നെ ഗുണ്ടകളെ വെച്ച് പിടിച്ചോണ്ട് പോയതും ഗോഡൌണിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചതും ഒക്കെ ഈ നിൽക്കുന്ന എന്റെ ഏട്ടനും ആ ഇരിക്കുന്ന എന്റെ ഏട്ടനും ചേർന്നിട്ടാ. ഞാൻ പറഞ്ഞപ്പോ എങ്ങനെയുണ്ട്? പ്രണവ് നമ്മുടെ കൂടെ നിങ്ങു വേണ്ടി എല്ലാം ചെയ്തത് എനിക്ക് അവകാശപ്പെട്ട സ്വത്തും ബിസിനസ്സും സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാ. പ്രണവിനെ ഇപ്പോ രക്ഷപ്പെടുത്തിയതും ഈ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയതും നിങ്ങൾ ഈ പറയുന്ന ചേട്ടത്തി തന്നെയല്ലേ? തട്ടിക്കൊണ്ടു പോയവർ തന്നെ രക്ഷിക്കുകയും ചെയ്യോ? അതിലെന്ത് ന്യായമുള്ളത്? ഇതൊക്കെ ഒരു നാടകമല്ലേ മാഡം? ഇന്ന് കോടതി കൊടുത്തിരിക്കുന്ന സാവകാശം അവസാനിച്ചു കഴിഞ്ഞാ ഗൗതമിന് ശിക്ഷ കിട്ടുമെന്ന് നിധിക്ക് നന്നായിട്ട് അറിയാം. ആ ശിക്ഷ ഒഴിവാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഒരു രക്ഷകയുടെ വേഷം കെട്ടി ഗോഡൌണിലെത്തി എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ പോലീസിന് പോലും കണ്ടുപിടിക്കാനാവാത്ത ആ സ്ഥലം ഒരു സ്ത്രീയായ എന്റെ ഏട്ടത്തെ എങ്ങനെ കണ്ടുപിടിച്ചു? അവർക്കപ്പ അറിയായിരുന്നു എവിടെയാണ് എന്നെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന്. ഇന്നലെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി നേരെ വിളിക്കുന്നവരെ ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു. ഒറ്റൊരാവശ്യമായിരുന്നു ഇവരുടേത്. ഞാൻ കോടതിയിൽ മൊഴി കൊടുക്കുമ്പോ എന്നെ തട്ടിക്കൊണ്ടുപോയത് CKC അങ്കിളും ജ്യോതി ആന്റി ആണെന്ന് പറയണമെന്ന് മാത്രമായിരുന്നു. ഇന്നലെ എന്റെ വീട്ടിൽ വെച്ച് അവരെന്നെ നിർബന്ധിച്ചപ്പോ എനിക്ക് അങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. ഓഹോ, അങ്ങനെയാണോ? ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഹാജരാവുന്നവരെയും ഞാൻ അവരുടെ പക്ഷത്താണെന്ന് അഭിനയിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ചിലപ്പോ ജീവനോട് എനിക്ക് ഇവിടെ എത്താനാവുമായിരുന്നില്ല. എന്റെ ഏട്ടത്തി എന്ന് പറഞ്ഞ സ്ത്രീ എന്നെ കൊന്നു കളഞ്ഞേനെ.
എടാ, നിന്നെ കാണാതെ ദിവസം മുതൽ ഇന്നലെ നിന്നെ കണ്ടു കിട്ടുന്നവരെയും ഊണും ഉറക്കമില്ലാതെ നിന്നെ അന്വേഷിച്ചുകൊണ്ട് നടന്ന നിന്റെ ഏട്ടത്തെ കുറിച്ചാണ് നീ പറയുന്നേ. വെറുതെ ആണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല പ്രണവേ. ഗൗതം, സൈലന്റ്. പ്രണവിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലാണോ ഈ മൊഴി മാറ്റി പറയുന്നത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. ഇവിടെ നിൽക്കുന്ന പ്രണവ് ഒരു വിക്ടിമാണ്, അക്യൂസ്ഡ് അല്ല. അങ്ങനെ ഒരു ഇരയുടെ മൊഴിയെ പോലും സംശയിക്കുക എന്ന് പറയുന്നത് കീഴ്വഴക്കങ്ങൾക്ക് നിരക്കുന്നതല്ല. ഗൗതമും നിധിയുമാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന്റെ പിന്നിലെന്ന് പ്രണവ് വ്യക്തതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞു. ഈ കേസിൽ കൂടുതൽ വിസ്താരത്തിന്റെയോ തെളിവ് ശേഖരത്തിന്റെയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായ ഗൗതമിനൊപ്പം ഭാര്യയായ നിധിയെ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും രണ്ടുപേർക്കും പരമാവധി ശിക്ഷ നൽകണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓവർ റൂൾ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? എനിക്കൊന്നും അറിയില്ലമ്മേ. പ്രണവ് കലക്കല്ലേ? നിന്റെ അല്ലേ ഭർത്താവ്? കൂടുതൽ വിസ്താരം വേണ്ട എന്ന പ്രോസിക്യൂട്ടറുടെ വാദം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.